Hello friends, W3 മലയാളം വെബ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് പേജിൽ എങ്ങനെ ഹെഡിങ്സ് കൊടുക്കാമെന്നാണ്. അതിനായി Notepad++ ഓപ്പൺ ചെയ്യുക. ബേസിക് HTML ടാഗ്സ് ടൈപ്പ് ചെയ്യുക. ആറ് ടൈപ്പ് HTML ഹെഡിംഗ് ടാഗുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, H1. അടുത്തത് ഹെഡിംഗ് 2 അഥവാ H2. അടുത്തത് H3. അടുത്തത് H4. അടുത്തത് H5. Then H6. ഓക്കെ, ഇങ്ങനെ 6 തരം ഹെഡിങ്സ് ആണ് നമുക്ക് HTMLൽ ഉപയോഗിക്കാൻ കഴിയുക. എന്താണ് ഈ 6 തരം ഹെഡിങ്സിന്റെ വ്യത്യാസമെന്ന് നമുക്കിത് റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനായി സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് HTML ഡോക്. ഇവിടെ ഞാൻ ഹെഡിങ്സ് എന്ന നെയിം കൊടുക്കുന്നു. headings.html സേവ്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. മിനിമൈസ് HTML ഡോക്സ് ഹെഡിങ്സ്. ഓക്കെ, ഇങ്ങനെ സൈസ് ഡിഫറൻസോടുകൂടിയ 6 ഹെഡിങ്സ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഒരു ഹെഡിങ്ങിൻ്റെ സബ് ഹെഡിങ്ങായി H1ൻ്റെ സബ് ഹെഡിങ്ങായി H2 ഉപയോഗിക്കാം. H2ൻ്റെ സബ് ഹെഡിങ്ങായി H3 ഉപയോഗിക്കാം. അങ്ങനെ H4, H5, H6 ഏത് ഹെഡിങ് വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം ഒരു വെബ് പേജിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.